ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ പിന്നെയും നമ്മെ ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. പല വിഷയങ്ങളും ഇവിടെ, പല ടോപ്പിക്കും ആരംഭിക്കുന്നത് പലപ്പോഴും ഒരു സന്ദേശം കൊണ്ട് തീർക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് പല പ്രാവശ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ നിലയിൽ ദൈവവചനം ശുശ്രൂഷിക്കാമെന്നാണ് ആഗ്രഹിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഫാമിലി പ്രയറിനായിട്ട് യാദൃശ്ചികമായിട്ടാണെങ്കിലും മോനിച്ചായൻ്റെ ഭവനത്തിൽ ഒരുമിച്ചായിരുന്നു. അവിടെ വായിച്ചൊരു സങ്കീർത്തനം, 64 സങ്കീർത്തനമാണ് ഇന്നലെ വായിച്ചത്. അവർ ക്രമമായിട്ട് വായിച്ചു വരുന്നതാണ്. ഇന്നലെ 64 ആ 64 സങ്കീർത്തനത്തിൽ അത് വായിച്ചു വന്നപ്പോൾ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കാനായിട്ട്, അല്പസമയം ശ്രദ്ധ പിടിച്ചു നിർത്തുവാനായിട്ട് ഇടയായ 2 വാക്യങ്ങളുണ്ട്. ആ വാക്യം വായിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 64 സങ്കീർത്തനത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ. 64 സങ്കീർത്തനം, Psalms 64 verses 3 and 4. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു, നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് തെയ്യേണ്ടതിന്. അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതു കളയുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. ഫലകരമായിരിക്കുന്ന, പ്രയോജനകരമായിരിക്കുന്ന പ്രാർത്ഥന എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തിച്ചത്. ഈ വാക്യം വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായവും എൻ്റെ മനസ്സിലേക്ക് വരുവാനായിട്ടിടയായിത്തീർന്നു. 3-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളുടെ ഇതിനോട് ചേർത്ത് തന്നെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 3 verse 2. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകും. താഴോട്ടുള്ള ഭാഗങ്ങൾ വിവരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2 വാക്യങ്ങളും വളരെ പ്രായോഗികമായ ചിന്തകൾ, പാഠങ്ങൾ നമുക്ക് നൽകുന്ന വാക്യങ്ങളാണ്. സങ്കീർത്തനക്കാരൻ 64-ാം സങ്കീർത്തനത്തിൽ ഒരുവനെ നശിപ്പിക്കുവാനായിട്ട്, നിഷ്കളങ്കനെ നശിപ്പിക്കുവാനായിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്നുള്ളതാണ് താൻ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. യാക്കോബ് 3-ാം അധ്യായത്തിലും പ്രധാന വിഷയം നമ്മുടെ നാവാണ്. നമ്മുടെ ജീവിതത്തിലും പ്രധാന വിഷയം നമ്മുടെ നാവ് തന്നെയാണ്, ഗുണമായാലും ദോഷമായാലും. ഇന്നത്തെ കാലത്താണ് തടി അറക്കാൻ മില്ലൊക്കെ ഉള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്ന് വരെ നമുക്ക് എല്ലാവർക്കും അറിയാം, തടിയൊക്കെ അറുത്ത് പലകയാക്കാനും അതിൻ്റെ ഉപകരണങ്ങൾക്കൊക്കെ വേണ്ടി അറക്കുന്ന ആളുകൾ വീട്ടിൽ വരുവാണ്. 2 തൂണൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ തടി വെച്ച് അതിൻ്റെ മേളിൽ വലിയ മരം കയറ്റി വെച്ചിട്ട് അവർ മാർക്കടിച്ചിട്ട് ഒരാൾ മേളിലും ഒരാൾ താഴെയും നിന്ന് വാള് പിടിച്ചാണ് അത് അറുത്തുകൊണ്ടിരുന്നത്. ആ കാലമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറകളൊന്നും അത് കണ്ടിട്ടും ഉണ്ടാകില്ല ഒരു പക്ഷേ. അപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ രാവിലെ വാളൊക്കെ ആയിട്ട് വരും. വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ അവരങ്ങനെ ചെയ്യത്തില്ല. ഈ പണി അവർ തുടങ്ങുന്നതിന് മുന്നേ, അത് അവരുടെ പണിയിലും തച്ചിലും ഉൾപ്പെടുത്താനുള്ള അവരുടെ ഒരു ട്രിക്കാണ്. ഈ വാളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് ഈ പണി തുടങ്ങുന്നതിന് മുന്നേ അവരാ വാളിൻ്റെ പല്ലുകൾ എന്നല്ലേ പറയുന്നത്, ആ പല്ലുകളൊക്കെ അവരരം വെച്ചിട്ട് വീണ്ടും രാഗും. എല്ലാ പല്ലുകളും ഒന്നുകൂടെ രാഗി അവിടെ ഇരുന്നൊരു ഏതാണ്ട് ഒരു അരമണിക്കൂറോളം പിടിക്കുന്നു. കൂട്ടിക്ക് വലിയ നീളമുള്ള വാളാണ്. അപ്പോൾ അത് ഒന്നുകൂടെ അത് രാഗി ആ വാളിൻ്റെ പല്ലുകൾ ഒന്നുകൂടെ ഷാർപ്പാക്കിയിട്ടാണ്
അവർ ആ പണിക്കായിട്ട് അവർ കെട്ടി ഉയർത്തിരിക്കുന്നിടത്തേക്ക് കയറുന്നു. അപ്പോൾ ആ പണിക്കാർ ഈ പണി തുടങ്ങുന്നതിന് മുൻപേ അവരുടെ വാളിൻ്റെ പല്ലുകൾ ഒന്നുകൂടെ മൂർച്ചയാക്കിയിട്ട് കയറും. ഇതേ ഒരു കാര്യമാണ് 64-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇവിടെ പറയുന്നത്. നിഷ്കളങ്കനെ തകർക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുകയാണ്? അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ എന്ത് ചെയ്യുന്നു? അപ്പോൾ പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നാവിനെ നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പലപ്പോഴും യാദൃച്ഛികമായ വാക്കുകളായിരിക്കില്ല വരുന്നത്. പലപ്പോഴും നാം സംസാരിക്കുമ്പോൾ കരുതിക്കൂട്ടി മനഃപൂർവ്വമായി ഒക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. അങ്ങനെ സംസാരിക്കുന്നവരാണ് പലരും. നമുക്കറിയാം, പൊതുവേ നാം എല്ലാവരും സംസാരപ്രിയരാണ്. ഈ പഠനങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യം പറയുന്നതിൽ ആരും ഖേദിക്കുകയൊന്നും ചെയ്യരുത്. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പഠനങ്ങളാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച്, ഒരു ആണിനെ സംബന്ധിച്ച് ന്യായമായി സംസാരിക്കുന്ന ഒരാൾ ഒരു ദിവസം ഏതാണ്ട് 20,000 വാക്കുകൾ സംസാരിക്കുമെന്നാണ്. 20,000 വാക്കുകൾ സാധാരണ നിലയിൽ സംസാരിക്കുന്ന ഒരു പുരുഷൻ ഒരു ദിവസം തൻ്റെ വായിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് പഠനം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ വാക്കുകൾ എത്രയായിരിക്കും? എന്തായാലും കുറയത്തില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പഠനം വെളിപ്പെടും. നിങ്ങളാരും ഖേദിക്കണ്ട എന്നോട്. പഠനം പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ, കാര്യം വെളിപ്പെടുത്താൻ വേണ്ടി. സ്ത്രീകളെ കുറിച്ച് പറയുന്നത്, ഒരു ദിവസം നോർമലി സംസാരിക്കുന്ന ഒരു സ്ത്രീ 30,000 വാക്കുകൾ ആ വായിൽ നിന്ന് വരുമെന്നാണ്. ഇതിപ്പോൾ എണ്ണാനൊന്നും നമുക്ക് ആർക്കും പറ്റത്തില്ല, ഇത് കൃത്യമാണോ എന്നൊന്നും. പഠനങ്ങൾ, ഒത്തിരി സർവേ നടക്കാറുണ്ട്. അപ്പോൾ ഈ 20,000 വാക്കുകളും അല്ലെങ്കിൽ 30,000 വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് ഒരു ദിവസം വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന നാം, നമുക്കറിയാം, ഇന്ന് ഈ ചാനലുകളിലും ടി വിയിലൊക്കെ ടോക്ക് ഷോകൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വൈകുന്നേരം ഏതാണ്ട് ഒരു 7:30 മുതൽ ഏതാണ്ട് ഒരു 9 വരെ ചാനലുകളിലൊക്കെ എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. കേരളത്തിലെ പല ചർച്ചകളും, രാഷ്ട്രീയപരമായിരിക്കുന്ന കാര്യങ്ങൾ, മറ്റ് പല ഡിസ്കഷൻസൊക്കെ ടി വിയിൽ വരാറുണ്ട്. അതിൽ സംസാരിക്കാറുണ്ട്. അതിൽ ഏഷ്യാനെറ്റിലും മിക്കവാറും ചാനലുകളിലൊക്കെ സംസാരിക്കുന്ന നമ്മുടെ ഒരു സഹോദരനുണ്ട്. നിങ്ങൾ എത്ര പേര് അതറിയാമെന്ന് എനിക്കറിയത്തില്ല. കുമ്പനാടുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ്. അദ്ദേഹം മിക്കവാറും ചാനൽ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളിലും ന്യായമായ നോളജ് വെച്ച് സംസാരിക്കുന്ന ഒരു സഹോദരനുണ്ട്. എൻകൗണ്ടറിൽ വരുന്ന ആളാണ്. ഞാൻ പലപ്പോഴും പുള്ളിയുടെ സംസാരം വളരെ ആകർഷണീയമാണ്. എൻകൗണ്ടറിലൊക്കെ കാണുന്നത് നിങ്ങൾക്കറിയാം. രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും മറ്റ് ഡോക്ടേഴ്സ്, വിവിധ തലങ്ങളിൽ ഓരോ സബ്ജക്റ്റ് അനുസരിച്ചാണല്ലോ അവർ ആളുകളെ വിളിക്കുന്നത്. ഇവരെല്ലാം ഇമോഷണലായിട്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഇമോഷണലായിട്ട് സംസാരിക്കുന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അതിനകത്തുണ്ടെങ്കിൽ ആ ചർച്ച മുഴുവൻ വേറൊരു തലത്തിലേക്ക് പോകും. പരസ്പരം വാക്കുകൾ കൊണ്ട് വെട്ടലും കുത്തലും കുറയ്ക്കലും ഒക്കെ അതിനകത്ത് നടക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ സഹോദരനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇമോഷണലായിട്ട് സംസാരിച്ച് കണ്ടിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഒരു ദൈവവേദനായിരിക്കുന്നത് കൊണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ പക്വത കൊണ്ടും ആയിരിക്കാം. അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങളെ സംസാരിക്കാറുണ്ട്. ഏത് വിഷയത്തിനും അദ്ദേഹത്തെ വിളിച്ചാലും കൃത്യമായ ഉത്തരമുണ്ട്. മറ്റൊന്ന്, ആ ചാനൽ ചർച്ചയിലുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും അവരുടെ വാക്കുകളെ ഖണ്ഡിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി താൻ പറയാറുണ്ട്. അതിന് വ്യക്തത തനിക്കുണ്ട്. അതിന് ന്യായമായിരിക്കുന്ന അറിവ് തനിക്കുണ്ട്. താൻ ഒരിക്കലും ചൂടായൊന്നും ഒരു ചർച്ചയിൽ, ഞാൻ ധാരാളം അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കേട്ടിട്ടുണ്ട്, കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ചില മനുഷ്യരൊക്കെ മിതസംസാരികളാണ്. നമ്മളിൽ തന്നെ പലരും വളരെ കുറച്ച് സംസാരിക്കുന്നവരാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അമിതമായിട്ട് സംസാരിക്കുന്നവരാണ്. പൊതുവെ മിതസംസാരികളെയാണ് ആളുകൾക്ക് താല്പര്യം. കാരണം ഒരുപാട് ആവശ്യമില്ലാത്ത കാടും പടലും ഒന്നും അവരുടെ വായിൽ നിന്ന് അധികം വരത്തില്ല. എന്നാൽ അധികം സംസാരിക്കുന്നവരിൽ നിന്നാണ് കൂടുതലും പലപ്പോഴും പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉള്ള വാക്കുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ഇന്നു മുതൽ ആരും സംസാരം നിർത്തുമൊന്നും വേണ്ട, അതൊന്നുമല്ല അതിൻ്റെ പരിഹാരം. നമ്മുടെ വാക്കുകളെയും സംസാരങ്ങളെയും ശ്രദ്ധിക്കാൻ ദൈവവചനം നമ്മളോട് പറയുകയാണ്. യാക്കോബ്, നമുക്കറിയാം, യാക്കോബിൻ്റെ എല്ലാ അധ്യായങ്ങളും വളരെ പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങൾ
ലളിതമായി വിവരിച്ചിട്ടുള്ളതായിരിക്കുന്ന അധ്യായങ്ങളാണ്. അത് നാം ഓരോ വിഷയത്തെ നാം പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. 2-ാം വാക്യത്തിൽ ഒന്നുകൂടെ ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകും. ഇവിടെ ഈ സൽഗുണപൂർത്തി എന്ന് പറയുമ്പോൾ അവന് യാതൊരു കുറവുമില്ലാത്തൊരുവൻ എന്നുള്ളതല്ല യാക്കോബ് പറയുന്ന കാര്യം. ആ ഒരാശയമല്ല, മറിച്ച് അവൻ്റെ വാക്കുകൾ പക്വതയുള്ളതായിരിക്കുന്ന ആത്മീക ആരോഗ്യം നൽകുന്നതായിരിക്കുന്ന വാക്കുകളായിരിക്കും. അപ്പം നമുക്ക് ഒരു സഭയുടെ അധ്യക്ഷനായിട്ട് തുടരാം, ഒരു സഭയുടെ മൂപ്പനായിട്ട് തുടരാം, ഒരു സുവിശേഷകനായിട്ട് നമുക്ക് തുടരാം, നമുക്ക് നന്നായിട്ട് പ്രസംഗിക്കാം, പഠിപ്പിക്കാം, പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇതൊന്നുമല്ല ഒരു ആത്മീയൻ്റെ ലക്ഷണം. ഇതൊക്കെ പലർക്കും ചെയ്യാം, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ടാലൻ്റ് അനുസരിച്ചും കഴിവനുസരിച്ചും ഒക്കെ ആ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പക്വതയുള്ളതായിരിക്കുന്ന ആത്മീയനായിരിക്കുന്ന ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള കാര്യം യാക്കോബ് പറയുന്നത് അവൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ്. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ, ഞാനിത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ യാക്കോബിൻ്റെ ലേഖനത്തോട് ചേർത്ത് ഇത് ചിന്തിച്ചു വരികയാണ്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രോഗത്തെക്കുറിച്ചൊക്കെ ഡോക്ടറോട് പറയുമ്പം സാധാരണ മിക്കവാറും ഒക്കെയുള്ള ഡോക്ടർമാർ ഇതെല്ലാം കേട്ടേച്ച് പിന്നെ ഒരു ടോർച്ച് കയ്യിലെടുത്തിട്ട് നമ്മളോട് പറയാം, നാക്കൊന്ന് നീട്ടാൻ പറയാറുണ്ടല്ലേ. നമ്മളൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കുന്ന ആളുകൾ. നമ്മൾ നമ്മുടെ വേദനയും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ഡോക്ടർ നമ്മളോട് പറയാം, നാക്കൊന്ന് നീട്ടാൻ പറയും. എന്തിനാ ഈ നാക്ക് നീട്ടിക്കുന്നത്? നാക്കയിലാണ് രോഗപൂരം ചൂടല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഒരു നന്നായി അറിവുള്ള ഒരു ഡോക്ടറിന് നമ്മുടെ നാക്ക് പരിശോധിക്കുമ്പോൾ അറിയാം ഏകദേശം രോഗം എന്താണ്, എവിടെയാണ് പ്രശ്നമെന്നുള്ളത്. നമ്മുടെ വയറ്റിലെ പല ഇൻഫെക്ഷൻസും അത് റിവീലാക്കപ്പെടുന്നത്, അത് വെളിപ്പെടുന്നത് നമ്മുടെ നാക്കിലെ ഇൻഫെക്ഷൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ നാക്ക് നീട്ടാൻ പറയും. ചിലപ്പോൾ നമ്മുടെ കണ്ണ് അവർ നോക്കും. അപ്പോൾ അവർക്കതറിയാം. അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ, ഫിസിക്കലി ഉള്ള നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ നമ്മുടെ നാവ് പരിശോധിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരോഗ്യവും ഏതിൽ കൂടെ വരും? ഏതിൽ കൂടെ മനസ്സിലാക്കാം? നാക്കിൽ കൂടെ മനസ്സിലാക്കാം. അതാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസാരിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ആ സംസാരം, ആ നാക്കിൽ കൂടെ നാം സംസാരിക്കുന്ന വാക്കുകൾ ഇവിടെ യാക്കോബ് പറയുമ്പോൾ നമുക്കതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം വാക്യം. ആരുടെ കയ്യിലില്ലേ? കപ്പലും എത്ര വലിയതായാലും ഒരു കാറ്റ് അടിച്ചു കൊടുക്കുന്നതായാലും അമരക്കാരനെ ഏറ്റവും ചെറിയ വൃത്താന്തം തന്നെ കൊണ്ട് എനിക്ക് ബോധിച്ച ദിശയിലേക്ക്. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്, അമരക്കാരൻ അതിനെ എന്ത് ചെയ്യുന്നു? ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? നാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ 1-ാമത്തെ ഉദാഹരണം നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. 3-ാം വാക്യം എന്താണ്? കുതിരയെ അധീനമാക്കുവാൻ, നിയന്ത്രിക്കാൻ. നമുക്കറിയാം മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതായിരിക്കുന്ന മൃഗം എന്നറിയപ്പെടുന്നത് കുതിരയാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു സിസ്റ്റം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മോട്ടറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ ശക്തി പറയാറുണ്ടല്ലേ. ഇത്ര കുതിര ശക്തി അല്ലേ നമ്മൾ പറയാറുണ്ടല്ലേ. ജനറേറ്ററിൻ്റെയൊക്കെ ശക്തി ഇത്ര ഹോഴ്സ് പവർ നമ്മൾ പറയുന്നത്. കുതിരശക്തിക്ക് പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ശക്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു മൃഗം. അപ്പോൾ അത്ര ശക്തി ഉള്ളതായിരിക്കുന്ന കുതിരയെ എന്ത് ചെയ്യുന്നു? 3-ാം വാക്യം, കുതിരയെ അധീനമാക്കുവാൻ കടിഞ്ഞാണിടുന്നു. എവിടെയാ കടിഞ്ഞാണിടുന്നത്? കാലിലാണ്. പിന്നെ എവിടെയാ? വായിൽ കടിഞ്ഞാണിട്ടിട്ട് ആ കുതിരയെ എന്ത് ചെയ്യുന്നു? ആ കുതിരക്കാരൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുകയാണ്. കപ്പൽ നമുക്കറിയാം വെള്ളത്തിലോടുന്ന ഏറ്റവും വലിയ വാഹനമാണ്.
ഈ ബ്രിട്ടീഷുകാരുടെ ക്യൂൻ മേരി എന്ന് പറയുന്ന ഒരു കപ്പലിനെ കുറിച്ച് ഞാൻ വായിച്ചത്, അതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 300 ഏക്കറോളം ഉള്ളതാണ്. 300 ഏക്കർ സ്ഥലത്തിൻ്റെ വിസ്തൃതി എത്രയാണോ അത്രയും വലിപ്പമുള്ളതായിരിക്കും. ഇന്നൊരു പക്ഷേ അതിനേക്കാൾ വലുതൊക്കെ ഉണ്ടായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ജിബിൻ പറഞ്ഞപ്പോഴാണ്, ജിബിൻ യാത്ര ചെയ്ത ഒരു കപ്പലിന് 18 നിലയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഒരു അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ നിൽക്കുന്നത്. കുറേയൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. അപ്പോൾ എത്ര വലിയ കൂറ്റൻ സാധനമാണ്. പക്ഷെ ഇവിടെ യാക്കോബ് എന്താ പറയുന്നേ? അതിനെ എങ്ങനെ നിയന്ത്രിക്കുന്നേ? 4-ാം വാക്യത്തിൽ അത് എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അപ്പൊ കുതിരയെ നിയന്ത്രിക്കുന്നു. ശക്തിയുള്ള മൃഗങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ കുതിരയെ നിയന്ത്രിക്കുന്നത് വായിലൊരു കടിഞ്ഞാണിട്ടിട്ടാണ്. പടുകൂറ്റൻ കപ്പലിനെ നിയന്ത്രിക്കുന്നത് അമരക്കാരൻ എന്തുകൊണ്ടാണ്? ചെറിയ ഒരു ചുക്കാൻ കൊണ്ടാണ്. 9-ാം വാക്യം, 9-ാം വാക്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. 8-ാം വാക്യം, മതി. ഇത്രയും ശക്തിയുള്ള കുതിരയെ നമുക്ക് നിയന്ത്രിക്കാം, ഈ പടുകൂറ്റൻ കപ്പലിനെ നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നൊരു കാര്യം എന്താ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാധനമുണ്ട്. എന്താ? മനുഷ്യർക്കാർക്കും എന്താ അവിടെ വായിക്കുന്നേ? മനുഷ്യർക്കാർക്കും മെരുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, നാവ് ഏറ്റവും ചെറിയ ഒരു അവയവം. നാവിനേക്കാൾ ചെറിയ അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ശരീരവുമായിട്ട് നാവിനെ കമ്പയർ ചെയ്യുമ്പം നാവ് ഒരു ചെറിയ അവയവമാണ്. അപ്പോൾ ഇവിടെ യാക്കോബ് പറയാണ്, ലോകത്തിലുള്ള എത്ര ശക്തി നിറഞ്ഞ മൃഗങ്ങളായാലും എത്ര പടുകൂറ്റൻ വസ്തുക്കളായാലും ലോകത്തിലെ സകല സൃഷ്ടികളെയും നമുക്ക് എന്ത് ചെയ്യാം? നിയന്ത്രിക്കാം. പക്ഷേ നമ്മുടെ വായിലുള്ള ചെറിയ അവയവമായിരിക്കുന്ന ഈ നാവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് മെരുക്കാൻ പറ്റുന്നില്ല. നമ്മെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എന്താ ചെയ്യണ്ടേ? നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് യാക്കോബ് പറയുന്നത് നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പരിശ്രമം കൊണ്ട് ഈ നാവിനെ മെരുക്കാൻ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെയെങ്കിലും നമ്മുടെ സംസാരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുദിന പ്രായോഗിക തലത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓർത്ത് പിന്നീട് ദുഃഖിച്ചിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ നല്ല തീരുമാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ എന്താണ്, നമുക്ക് അങ്ങോട്ട് കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വിഷയം നമ്മൾ വിട്ടുകളയാന്നുള്ളതല്ല, മറിച്ച് നമ്മെ കൊണ്ട് സാധ്യമല്ല, പക്ഷെ നമുക്ക് സാധ്യമല്ലാത്തതിനെ സാധ്യമാക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിന് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രായോഗികമായിട്ട് ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സത്യം ദൈവവചനം പറയുന്നുണ്ട്, നമുക്കാർക്കും സാധ്യമല്ല. പക്ഷെ നമുക്ക് ആ വിഷയം വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല. കാരണം അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വിഷയത്തിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ആ ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണം. ഈ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്താൽ അത് വളരെ നല്ലതാണ്. എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നത് വേറൊരു വിഷയത്തിലാണെങ്കിൽ പോലും പൗലോസ് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ചുരുക്കം? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ജയം നൽകാൻ കഴിയാത്ത ഒരു മേഖലയും കർത്താവിൻ്റെ പക്കലില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത, ദൈവത്തിന് ജയം നൽകാൻ കഴിയാത്ത ഒരു കാര്യവും നമ്മളിലില്ല. അപ്പൊ നമ്മുടെ ഏതൊരു വിഷയത്തിൽ ഞാൻ പരാജയപ്പെടുന്നോ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം?
കർത്താവിൽ ആശ്രയിക്കണം. ഞാൻ എൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പറ്റിയാൽ ഞാൻ വരാം. നമുക്ക് ഈ വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും പോകാം. 10 മിനിറ്റ് എൻ്റെ മുൻപിലുള്ളതില്ല, ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാ മനുഷ്യജാതിയോടും മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷ ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയും ഇല്ല. എന്തുകൊണ്ട് നാം നാവിനെ നിയന്ത്രിക്കണം? 2-3 കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകാം, അത് മാത്രമേ സാധിക്കുകയുള്ളൂ. നാം ആദ്യം വായിച്ച യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ 1 നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നതാണ്. 1-ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെ മൊത്തമായി നിയന്ത്രിക്കുന്ന നമ്മുടെ വാക്കുകളാണ്. ഒരു കുടുംബം രാവിലെ ആരംഭിക്കുന്ന ഒരു കുടുംബം വൈകുന്നേരം വരെ ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കണമെങ്കിൽ നാം നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. അത് ഭാര്യ ഭർത്താവിനോടാകാം, ഭർത്താവ് ഭാര്യയോടാകാം, അപ്പനും മക്കളും തമ്മിലാകാം, മക്കളും മരുമക്കളും, അമ്മായിമ്മയും തമ്മിലാകാം. നമ്മുടെ വാക്കുകൾ ആ ദിവസത്തെ ജീവിതത്തെ നിയന്ത്രിക്കും. നാം പറയുന്ന ഒരു ചെറിയ വാക്ക് മതി ആ ദിവസത്തെ കംപ്ലീറ്റ് നമ്മുടെ അന്തരീക്ഷവും തകർന്നു പോകാം. നാം പറയുന്ന ഒരു ചെറിയ നല്ല വാക്ക് മതി ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് സമാധാനത്തിൽ മുൻപോട്ട് പോകാം. വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അവിടേക്കൊന്നും പോകാൻ ആഗ്രഹിക്കും. 1, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാവാണ്. യാക്കോബ് പറഞ്ഞിരിക്കുകയാണ്, കപ്പലിനെ നമുക്കിഷ്ടമുള്ള ഗതിയിലേക്ക് തിരിക്കുന്നത് പോലെ, കുതിരയെ നമുക്കിഷ്ടമുള്ള ഗതിയിലേക്ക് നാം തിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും തിരിക്കുന്നതും നമ്മുടെ വാക്കും നമ്മുടെ നാവിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വാക്കുകളുമാണ്. നാം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യം ഞാൻ പറയാൻ പോകണം, വിശദീകരിക്കാൻ പറ്റത്തില്ല. 1, ആരെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് നാം ബോധവാന്മാരായിരിക്കണം. 2, ആരോട് ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതും അതിലും നമുക്ക് ബോധം വേണം. 3, ആ സംസാരം ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് സ്വന്തമായിരിക്കുന്നൊരു അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 4, ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് ഞാൻ സംസാരിക്കുന്നു, എപ്പോൾ സംസാരിക്കുന്നു. ഇതെല്ലാം നമുക്ക് നോട്ട് എഴുതി വെച്ചിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം മിനിമം നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ഏറ്റി നടക്കണം. ഓരോ വ്യക്തികളോടും നാം ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യവും സന്ദർഭവും, ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്, ഞാൻ എന്താണ് സംസാരിക്കുന്നത്, ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഈ ഒരു മിനിമം അവബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സംസാരം കുറേ നിയന്ത്രണത്തിന് വിധേയമായി നല്ലത് പറയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ 1-ാമത്തെ കാര്യം, ഇത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കും, നമ്മുടെ സ്വസ്ഥതയെ നിയന്ത്രിക്കും, നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ നിയന്ത്രിക്കും, നമ്മുടെ സമാധാനത്തെ നിയന്ത്രിക്കും. ഇവിടെ നാം പരാജയപ്പെട്ടാൽ നമ്മുടെ ആ ദിവസത്തെ ജീവിതം, നമ്മുടെ ജീവിതം മൊത്തം തകർക്കുവാനായിട്ട് കഴിയും. എന്താ നമ്മൾ വായിച്ചത്? വലിയൊരു കാട്. ആ കാട് എത്ര മനോഹരമല്ലേ. ഞാനൊക്കെ കണ്ണൂർ ഫോറസ്റ്റിനകത്ത് വേണമെങ്കിൽ വളർന്നെന്ന് വേണമെങ്കിൽ പറയാം. കാട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ശബ്ദങ്ങളാണെന്നറിയോ? മനോഹരമായ ശബ്ദങ്ങളുണ്ട്, ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ട്. പക്ഷെ ഒരു കാടെന്ന് പറയുമ്പോൾ, ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ മനോഹാരിതയുണ്ട്. അവിടെ പുഷ്പങ്ങളുണ്ട്, മറ്റു പല ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്. വളരെ സുന്ദരമായിരിക്കും, ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒന്നാണ് ഫോറസ്റ്റ്. പക്ഷെ ആ ഫോറസ്റ്റ് കത്തിക്കാൻ എന്ത് മതി? ഒരു ചെറിയ തീപ്പൊരി മതി. നമ്മളത് ടി വിയിലൊക്കെ കാണുന്നതാണ്, എവിടെയെല്ലാം തീപിടുത്തുന്നുണ്ട്. ആ ഒരു ചെറിയ തീപ്പൊരി ആ മനോഹരമായിരിക്കുന്ന കാടിനെയും ആ കാട് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളെയും എന്ത് ചെയ്യുക? തകർത്ത് കളയുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവുകൾ, നാം ഉപയോഗിക്കുന്നതായിരിക്കുന്ന സംസാര ശൈലി, അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ തകർക്കാനും ജീവിതത്തെ പണിയാനും കഴിയുന്ന ഒന്നാണെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് വേണം നാം സംസാരിക്കാൻ. 2,
ഒരു മനുഷ്യനുള്ളതെല്ലാം നശിപ്പിക്കുവാൻ നാവിന് സാധിക്കും എന്ന് യാക്കോബ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ തന്നെ, നാം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് നമ്മുടെ വാക്കുകളാണ്. നാം ഏത് സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു പക്ഷേ മനുഷ്യരുടെ മുൻപാകെ അല്പം വിലയൊക്കെ നൽകുന്നതാണെങ്കിൽ പോലും ആ സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ശരിക്കും ഞാൻ ആന്തരികമായിട്ടുള്ള മനുഷ്യനാരാണെന്ന് വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ നാടകങ്ങളിൽ കൂടിയാണല്ലോ മറ്റുള്ളവർ മുൻപാകെ നമ്മൾ സമ്മതരായിത്തീരുന്നത്. പക്ഷേ റിയലി ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ അകത്തുള്ള മനുഷ്യനാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നത്? എങ്ങനെയാ സംസാരിക്കാൻ കഴിയുള്ളവന്? അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ്റെ എവിടെയുള്ളതാ? അവൻ്റെ ഹൃദയത്തിലുള്ളതേ എന്ത് വരത്തുള്ളൂ? പുറത്തേക്ക് വരത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഹൃദയത്തേക്ക് മറച്ചു വെച്ച് അല്ലാത്തതൊക്കെ നന്നായിട്ടൊക്കെ സംസാരിച്ച് ശീലിക്കാറുണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ. പക്ഷെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ ആരാണ്, റിയലി ഞാനെന്ന വ്യക്തി ആരാണെന്നുള്ളത് എൻ്റെ വാക്കുകളിൽ കൂടെ വെളിപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാനെന്ന വ്യക്തിത്വം, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ വാക്കുകളിൽ കൂടെ വെളിപ്പെടും. ഞാൻ ആത്മീയനാണോ? ഞാൻ പക്വതയുള്ളവനാണോ? ഞാൻ ദൈവവചനത്തിൽ ആരോഗ്യമുള്ളവനാണോ? ഞാൻ ഏത് നിലയിലുള്ളൊരു മനുഷ്യനാണെന്നുള്ളത് എൻ്റെ സംസാരത്തിൽ കൂടെ വെളിപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെ വെളിപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു കാര്യം വെളിപ്പെടുമെന്ന് യാക്കോബ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 9-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. 9-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 9-ാമത്തെ വാക്യം, 8-ാം വാക്യം നമ്മൾ വായിച്ചു. നാവിനെയോ മനുഷ്യർക്കാർക്കും എടുക്കാവതല്ല, തടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു. അല്ലേ? ആരാധനയ്ക്ക് നമ്മൾ രാവിലെ 10 മണിക്കൂടെ കയറിയപ്പോൾ നല്ല പാട്ടും നല്ല പ്രാർത്ഥനയും നല്ല സ്തോത്രവും നല്ല സ്തുതിയൊക്കെ അർപ്പിച്ച് ഇവിടുന്ന് നേരെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വായിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മൾ സ്തോത്രം ചെയ്തതിന് ശേഷം വീട്ടിലെത്തുന്നതിന് മുന്നമേ ഇതിന് വിരുദ്ധമായത് സംഭവിക്കാം. ഭവനത്തിനകത്ത്, അല്ലേ, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അല്ലേ? എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടു, എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, അല്ലേ? സാധാരണ ഭർത്താക്കന്മാർ മിക്കവാറും പേര് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇതുപോലെ കൊള്ളരുതാത്ത ഒരുത്തൻ. ഈ ശാപം എന്ന് പറഞ്ഞാൽ വെറും മുടിഞ്ഞു പോകുമെന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ ഒരാളെ യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നതും പ്രയോജനമല്ല എന്ന് പറയുന്നതും മറ്റൊരു സഹോദരനെ ഞാനാണ് കൂടുതൽ നല്ലത് മിടുക്കനെന്ന് കാണിക്കാനായിട്ട് മറ്റുള്ളവർ മുൻപാകെ വെച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതും പുച്ഛിക്കുന്നതും ഇതെല്ലാം യാക്കോബ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക, എല്ലാവരുടെ മുഖത്തോട് നോക്കിയിട്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലയിടത്തും. നമ്മളിതിനെയൊന്നും വലിയ സീരിയസ് പാപമായിട്ട് പലപ്പോഴും കണ്ടിട്ടില്ല. കാരണം ജീവിത ശൈലിയായിട്ട് മാറ്റിയെടുത്തിരിക്കുക നമ്മുടെ സംസാരങ്ങളൊക്കെ. നമ്മൾ പറയാറുണ്ട്, അവരുടെ നാവിൽ എന്തില്ല? ലൈസൻസ് ഇല്ല. ലൈസൻസ് കിട്ടിയിട്ടില്ല ഇതുവരെ ഈ വണ്ടി ഓടിക്കാനായിട്ട്. ലൈസൻസ് ഇല്ലാതെ നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കിനോട് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഞാനവിടെ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ സാധാരണ വാഹനം ഓടിക്കുന്നവർക്കറിയാം, അത് 2 വീലർ ആയാലും 4 വീലർ ആയാലും, അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വണ്ടി സ്റ്റാർട്ട് നമ്മൾ ന്യൂട്രലിൽ ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? എന്താ ഇടുന്നേ? ഗിയർ ഇടും, അല്ലേ? ഗിയർ ഇട്ടാൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. ഗിയർ ഇടുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താ ചെയ്യുന്നേ? വാഹനം ഓടിക്കുന്നവർ പറഞ്ഞാൽ ക്ലച്ച് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കുക. ആ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടാണ് ഗിയർ നമ്മൾ ഇടുന്നത്. എന്തിനാ ഈ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത് അറിയാമോ? ക്ലച്ച് അപ്ലൈ ചെയ്യാതെ ഗിയർ ഇടാം. പക്ഷെ അങ്ങനെ ഗിയർ ഇടുമ്പം എന്താ സംഭവിക്കുന്നത് അറിയാമോ? കുറേ ഒച്ചയൊക്കെ കേൾക്കും. എപ്പോഴും ഇനി വണ്ടിയെ കയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ശരിയായ നിലയിൽ ക്ലച്ച് അപ്ലൈ ചെയ്യാതെ ഗിയർ വലിച്ചിടുമ്പം എന്തുണ്ട്? കുറച്ച് സൗണ്ട് വരും. സൗണ്ട് വരുന്നത് മാത്രമല്ല, ഗിയർ ബോക്സിൽ അതിൻ്റെതായ ഡാമേജ് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ഈ ക്ലച്ച് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ?
ഈ ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഗിയർ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ പൊസിഷനിലേക്ക് വരും, വണ്ടി പോകും. പലപ്പോഴും നമുക്ക് ക്ലച്ച് ഇല്ലാത്ത ഗിയർ. അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ സംഭവിക്കുന്ന അറിയാമോ? വീട്ടിൽ ഈ വലിയ ഒച്ചപ്പാടും ബഹളം. എപ്പോഴും ഗിയർ ഇട്ടുകൊണ്ടിരിക്കുക, വളരെ ഫാസ്റ്റിലാണ്. പക്ഷേ അതിന് മുന്നേ ചെയ്യേണ്ടതായിരിക്കുന്ന ക്ലച്ച് അപ്ലൈ ചെയ്യുന്നില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞത് ചിലതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് വിചാരിക്കുകയാണ്. ഇത് കൃത്യമായി സിസ്റ്റമാറ്റിക്കലായിട്ട് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. സാധിച്ചാൽ പിന്നീട് ഞാൻ വിശദീകരിക്കാം. യാക്കോബ് പറയാണ്, ഒരുത്തൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാൻ കഴിഞ്ഞാൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ. പറഞ്ഞാൽ അവൻ പക്വതയുള്ള, ആത്മീകമായി ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ ജീവചക്രത്തിന് മുഴുവൻ എന്ത് കൊടുക്കുന്ന ഒരാളായി മാറും? തീ കൊടുക്കുന്ന, നശിപ്പിക്കുന്ന ഒരാളായിട്ട് തീരും. ചില ദിവസങ്ങളിൽ, ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഒറ്റ വാക്കുകൊണ്ട് സ്നേഹത്തിലിരുന്ന, സമാധാനത്തിലിരുന്ന, സന്തോഷമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഒരാളുടെ ഒരു വാക്കുകൊണ്ട് അന്തരീക്ഷം മുഴുവൻ, ആ കുടുംബത്തിലുള്ള സകല ആൾക്കാരുടെ മൂഡ് മാറിപ്പോകുന്നതായിരിക്കുന്ന വാക്കുകൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരേ ഉറവിൽ നിന്ന് എന്തു വരത്തില്ല? മധുരവും കയ്പും വരികയില്ല. ഒരേ വൃക്ഷത്തിൽ നിന്ന് രണ്ട് ഫലങ്ങൾ ഒരിക്കലും പുറപ്പെടുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന അതേ നാവ് കൊണ്ട് കൂട്ടു സഹോദരനെ എന്ത് ചെയ്യാൻ പാടില്ല? ശപിക്കാൻ പാടില്ല. അതുകൊണ്ട് നാം നമ്മുടെ വാക്കുകളെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. വാക്ക് വരിക്കിയാൽ എന്ത് വർദ്ധിക്കും? ലംഘനം വർദ്ധിക്കും. അതുകൊണ്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല പരിഹാരം. പിന്നെയോ സംസാര ശൈലിയെ നാം മാറ്റണം. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരണം. നമുക്ക് സ്വയമായി നിയന്ത്രിക്കുവാൻ കഴിയുകയില്ലെന്നുള്ളത് ദൈവവചനം നമ്മളോട് പറയുന്നു. എല്ലാത്തിനും നമുക്ക് നിയന്ത്രിക്കാം, മെരുക്കാം. പക്ഷേ ഈ നാവിനെ നമുക്ക് മനുഷ്യർക്ക് ആർക്കും മെരുക്കുവാൻ കഴിയുകയില്ലാത്തത് കൊണ്ട് അത് മെരുക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവേ, എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ എനിക്ക് കൂടുതൽ കൃപ തരണമേ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഞാൻ വാക്കിയെടുക്കാനുള്ള സമയമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. കുടുംബങ്ങളെ പണിയുന്ന വാക്കുകളായിട്ട് തീരട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന, കരുണയുള്ള, ദയയുള്ള, സ്നേഹമുള്ള, മനസ്സലിവുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുവാനായിട്ടിടയായി തീരട്ടെ. മറ്റുള്ളവരെ തകർക്കുന്നതും മുറിച്ചു കളയുന്നതുമായിരിക്കുന്ന, ഷാർപ്പൻ ആക്കിയിട്ടുള്ള, വാളിന് പിന്നെയും മൂർച്ച കൂട്ടിയിട്ടുള്ള വാക്കുകൾ അതെപ്പോഴും കീറാൻ മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളത് നാം മനസ്സിലാക്കി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.